നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 681 681. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 681. 180 സർഗം. യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുന്നത് വ്യാസാദികളുടെ ആഗമനം എന്ന സർഗത്തിൽ 25ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. ചളി പറ്റിയതായി കാൺകിൽ ഉടൻ കഴുകി ഉൾത്തടം വിശുദ്ധമായി തീർത്തിയിടുക. അത് തീർത്തിയിടുകയല്ലേ വേണ്ടത് ബുദ്ധിമാൻ. ഒരു ചോദ്യമാണ്. എന്താണ്? ചളി പറ്റിയതായി കാൺകിൽ ഉടൻ കഴുകി ഉൾത്തടം വിശുദ്ധമായി തീർത്തിയിടുക. വിശുദ്ധമായി തീർത്തിയിടുകയല്ലേ വേണ്ടത് ബുദ്ധിമാൻ. സാധാരണക്കാരൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, ബുദ്ധിമാനാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിമാനാവണം. ഇനി അടുത്തത്, അതു ചെയ്യാതെ അഴുക്ക ഉള്ളിൽ നിറച്ചങ്ങനെ നിർത്തുപോൻ ദയാർഹനല്ലയോ പാപം നീയും മാമട്ടിലാകൊല. അങ്ങനെ നമ്മളാവാൻ പാടില്ല. ആരെ പോലെ? ഷഠനെ പോലെ. അതു ചെയ്യാതെ അഴുക്ക ഉള്ളിൽ നിറച്ചങ്ങനെ നിർത്തുപോൻ. ഈ സാഹചര്യം ഏതാശുണ്ടോ? ഭീമനോട് ധർമ്മപുത്രർ പറയാ, ഇപ്പോൾ പരാശര മഹർഷി വ്യാസ മഹർഷിയൊക്കെ എത്തിക്കഴിഞ്ഞൂടെ, ഇനി നമ്മൾ ക്ഷണിക്കണം എല്ലാവരെയും. രാജസൂയത്തിന് ക്ഷണിക്കണം. ആദ്യം നമ്മൾ ആരെ വിളിക്കണം? ദുര്യോധനനെ വിളിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം അവൻ നമ്മൾക്ക് പലതരത്തിലുള്ള ഉപകാരം ചെയ്യായ്മ ചെയ്തിട്ടുണ്ട്, അബദ്ധങ്ങളാണ് ചെയ്തിട്ടുള്ളത്, ഉപദ്രവമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ആദ്യം വിളിക്കണം. അവന് മനസ്സിൽ കൽമഷം ഉണ്ടെങ്കിൽ അവൻ്റെ കയ്യിലിരുന്നോട്ടെ, നമ്മുടെ മനസ്സിൽ കൽമഷം വെക്കരുതെന്നാണ് പറഞ്ഞത്. അത് ചെയ്യാതെ അഴുക്കുള്ളിൽ നിറച്ചങ്ങനെ നിർത്തുവോൻ ദയാർഹനല്ലയോ പാപം നീയുമാ മട്ടിലാകല. ഉള്ളിൽ കൽമഷം ഉണ്ടെങ്കിൽ കഴുകി കളയുക. ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്, ഭഗവാനെ നമിക്കുക. ചിരിച്ചും കൊണ്ടു ചൊല്ലേണം അവനോട് ആദ്യമായി നീ ചിരിച്ചും കൊണ്ട് വേണം അവനെ ക്ഷണിക്കാൻ. ചിരിച്ചുകൊണ്ടു ചൊല്ലേണം അവനോടാദ്യമായി നീ ഉള്ളം സംശുദ്ധമാക്കേണ്ടത് അതാളുടെ കാര്യമാം. മറ്റൊരാളുടെ ഉള്ളം നേരാക്കണമെന്ന് നമ്മൾ പറയരുത്. അത് അവരുടെ ജോലിയാണ്. നമ്മൾ നമ്മുടെ ഉള്ളം ശരിയാക്കുക, അത്രേ പറ്റുള്ളൂ. അപ്പോൾ ചിരിച്ചും കൊണ്ടു ചൊല്ലേണം അവനോടാദ്യമായി നീ ഉള്ളം സംശുദ്ധമാക്കേണ്ടത് അതാളുടെ കാര്യമാം. ദിവ്യഭാവങ്ങൾ പലതും മിന്നേണ്ടും ഹൃദയങ്ങളിൽ. ഈ ഹൃദയം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ദിവ്യഭാവങ്ങൾ പലതും ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഈശ്വരനെ സ്മരിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് മനസ്സ്. അവിടെ കൽമഷം വെക്കരുത്. മനസ്സിലായില്ലേ? ദിവ്യഭാവങ്ങൾ പലതും മിന്നേണ്ടും ഹൃദയങ്ങളിൽ വിശ്വേശ്വരൻ തെളിഞ്ഞേറെ വിളങ്ങേണ്ടും ഇടങ്ങളിൽ രാഗദ്വേഷാദികൾ നിറച്ചിടുന്നു വെറുതെ നരൻ. ഈശ്വരനെ വെച്ച് ആരാധിക്കേണ്ട മനസ്സിൽ രാഗദ്വേഷകൾ വെച്ച് പുലർത്തരുത് എന്നാണ് ഭീമസേനോട് ധർമ്മപുത്രർ പറയുന്നത്. രാഗദ്വേഷാദികൾ നിറച്ചിടുന്നു വെറുതെ നരൻ മതിമാൻ കൊണ്ടുവയ്ക്കില്ല വല്ലതും ശ്രീലകങ്ങളിൽ. മതിമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠൻ, നല്ല മനസ്സുള്ളവൻ. കൊണ്ടുവയ്ക്കില്ല വല്ലതും ശ്രീലകങ്ങളിൽ മിക്ക പേരിലും ഈ വണ്ണമെങ്ങും കാണും ജഗത്തിൽ നാം. ഇതിന് എതിരായിട്ട് പലതും നമ്മൾ ഈ ലോകത്തിൽ കാണും. പക്ഷേ
അവർക്കൊക്കെ തെറ്റുപറ്റും. അപ്പം എന്ത് വേണം? മിക്ക പേരിലും ഈ വണ്ണമെങ്ങും കാണും ജഗത്തിൽ നാം സൽഗുണങ്ങൾ വളർന്നിടും തോറും നീങ്ങും അതൊക്കെയും. സൽഗുണങ്ങൾ വളർന്നാൽ ഇതൊക്കെ ഇല്ലാണ്ടാവും. സൽഗുണങ്ങളെ വളർത്തണം എന്ത് വില കൊടുത്തിട്ടും. അതാതാൾക്കുള്ള സൗശീല്യാദികളാം സുഖകാരണം അതല്ല അന്നൻ്റെ നാട്യം കൊണ്ടെന്നു തെറ്റിദ്ധരിപ്പൂ നീ. എത്ര വിശകലനം ചെയ്തിട്ടുള്ള വാക്യങ്ങളൊക്കെ ഉണ്ടോ. അതാതാൾക്കുള്ള സൗശീല്യാദികളാം സുഖകാരണം, എൻ്റെ സൗഖ്യത്തിന് കാരണം ഞാൻ അനവരതം ചെയ്തു വെച്ചിട്ടുള്ള സൗശീലങ്ങളാണ്. സുശീലത്വം എന്ന് പറയും. അതല്ല അന്യൻ്റെ നാട്യം കൊണ്ടെന്നു തെറ്റിദ്ധരിപ്പൂ നീയെ. ദുര്യോധനൻ മുഖാന്തിരാണ് നമ്മൾക്ക് വിഷമം നമ്മൾ വിചാരിക്കണ്ട. നമ്മുടെ പോരാത്ത സമയം എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ ഭഗവാനുണ്ടല്ലോ നമ്മൾക്ക്. ഇനി എന്താ വേണ്ടത്? വിശേഷനോദിനാൻ മാതൃസുതൻ ചൊല്ലുവതുത്തമം. വിശേഷൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, മാതൃസുതൻ ചൊല്ലുവതുത്തമം. ക്ഷണിച്ചാൻ നകുലൻ ചെന്നു ഹസ്തീന രാജധാനിയിൽ. അപ്പോൾ പറഞ്ഞു, മാതൃയുടെ മക്കളാണ് ആരെ? ഈ നകുലനും സഹദേവനും. കാരണം ഒരു മന്ത്രം കൊണ്ട് 2 മക്കളെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് മാതൃ. അദ്ദേഹം പോയി ക്ഷണിച്ചു കഴിഞ്ഞു. അപ്പോൾ ക്ഷണിച്ചാൻ നകുലൻ ചെന്നു ഹസ്തിന രാജധാനിയിൽ. ഭീഷ്മൻ, ദ്രോണർ, കൃപൻ, കർണൻ, വിതുരൻ തൊട്ടമാനരേ ധൃതരാഷ്ട്രനെയും മെല്ലെ സകുടുംബം മണഞ്ഞിടാൻ. നിങ്ങളെല്ലാവരും നേരത്തെ വരണം എന്ന് ഇദ്ദേഹം പോയി ക്ഷണിച്ചിട്ടുണ്ട്. നകുലൻ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിവർ 4 ഉത്സാഹപൂർവം വന്നെത്തിയാകം നേരിട്ടു കാണുവാൻ. എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും എത്തി. പൊൻകലപ്പകളാൽ ഉഴുത് ആ യജ്ഞവേദിയിൽ. പൊൻകലപ്പകൾ, യജ്ഞത്തിന് കലപ്പ കൊണ്ട് മണ്ണ് മറിച്ച് ഇട്ട് നേരാക്കണം. പൊൻകലപ്പകളാൽ വിപ്രർ ഉഴുത ആയ യജ്ഞവേദിയിൽ ദീക്ഷാ സംസ്കാരവും ചെയ്യിപ്പിച്ച നൃപനെ വേണ്ട പോൽ യജ്ഞോപകരണം സർവം തനി സ്വർണ്ണമയങ്ങളാം. യജ്ഞോപകരണങ്ങളൊക്കെ തനി തങ്കത്തിൽ വാർത്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ടോ പണ്ടുകാലത്തു വരുണൻ ഇത് സാധിച്ചിരുന്നു പോൽ. പണ്ടുകാലത്ത് വരുണൻ യാഗങ്ങൾ ഇങ്ങനെ എല്ലാം തനി സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള. ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ തൊട്ടുള്ള പാലകരെ വരും സിദ്ധചാരണ ഗന്ധർവ വിദ്യാധര മുനീന്ദ്രരും. പാലകരെ വരുന്നു. ഒരു കാലിൻ്റെ വ്യത്യാസമുണ്ട്. ദിക്പാലകലേവരും സിദ്ധചാരണ ഗന്ധർവ വിദ്യാധര മുനീന്ദ്രരും വന്നു ചേർന്നു മുകുന്ദാംഗ്രി ഔത്സുക്യശാലികൾ. അവരെന്തിനാ വന്നതെല്ലാവരും? ശ്രീകൃഷ്ണൻ്റെ പാതാരവിന്ദത്തെ സമാശ്രയിക്കാൻ. ശ്രീകൃഷ്ണൻ്റെ പാതാരവിന്ദത്തെ നമ്രശിരസന്മാരാവാൻ വന്നു ചേർന്നു മുകുന്ദാംഗ്രി സേവന ഔത്സുക്യശാലികൾ. മുകുന്ദപാദാരവിന്ദത്തെ സേവിക്കാനുള്ള ഔത്സുക്യം കൊണ്ട് വന്നു എന്നാണ് പറഞ്ഞത്. മഹാരാജാക്കൾ പലരും രാജ്ഞിമാറുകളും അങ്ങനെ സകുടുംബമാണ് എല്ലാവരും. നടന്നു നോക്കി എങ്ങെങ്ങും അത്ഭുതം പൂണ്ടു ചൊൽകയാം. എല്ലാവരും യാഗശാലയിൽ 4 പുറം, അതായത് ഈ പാണ്ഡവന്മാരുടെ വാസസ്ഥലം മയൻ തീർത്ത് കൊടുത്തിട്ടുള്ള ഇന്ദ്രപ്രസ്ഥം. ആ ഇന്ദ്രപ്രസ്ഥം എന്നുള്ളത് ചിലപ്പോൾ മാറിപ്പോവും. അത് ഞാൻ ഇവിടെ എഴുതി വയ്ക്കാം, ഇനി ഉള്ളവർക്ക് ഉപകാരമായിട്ടാണ്. ഇന്ദ്രപ്രസ്ഥം
നടന്നു നോക്കി അങ്ങെങ്ങും അത്ഭുതം പൂണ്ടു ചൊൽകയാം യുധിഷ്ഠിര മഹാരാജാവ് ഓർക്കിൽ അത്യന്ത ഭാഗ്യവാൻ. ഇങ്ങനൊരു സഭാ തലം ലോകത്തില്ലാന്നാ, ഇന്ദ്രപ്രസ്ഥം പോലെ. ശ്രീകൃഷ്ണ ഭഗവാൻ കയ്യിൽ പിന്നീടെന്തൊന്ന സാധ്യമാം. എന്താ ഇപ്പം ധർമ്മപുത്രർക്ക് ഇത്ര മേന്മ? ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന് കയ്യിലാന്നാണ് പറഞ്ഞത്. അതന്നെ, അത് നമ്മൾക്കൊക്കെ ബാധകാണീന്. ശ്രീകൃഷ്ണ ഭഗവാൻ കയ്യിൽ പിന്നീടെന്തൊന്ന സാധ്യമാം. രാജസൂയം ഇതോർത്തേടിൽ വരുണൻ്റെ ഇതിലത്രയും മീതയായി തന്നെ പിന്നീടും സംശയം തെല്ലുമില്ല. ഇതിൽ വരുണൻ നടത്തിയിട്ടുള്ള രാജസൂയത്തിനേക്കാൾ മീതയാണ് ധർമ്മപുത്രരുടെ രാജസൂയം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഇപ്പോൾ അതിൽ കൃഷ്ണൻ കൊണ്ടു നടത്തിയിടുന്നതിൽ മാറ്റൊന്നു വേറെയാം. ഇതിൻ്റെ ഡയറക്ഷൻ ആരാ? സാക്ഷാൽ ശ്രീഹരി. ശ്രീഹരി പ്രസന്നമായാൽ വേറെ ഒന്നും അസാധ്യമല്ല, എല്ലാം സാധ്യമാണ്. വിശ്വേശ്വരൻ്റെ മേൽ നോട്ടം ഏതേതെങ്കിലും മാവിധം. വിശ്വേശ്വരൻ്റെ മേൽ നോട്ടം ഏതേതെങ്കിലും മാവിധം. പെണ്ണോരെക്കാളും അത്യന്തം തേജസ്വികൾ മഹർഷികൾ. വിശ്വേശ്വരൻ്റെ മേൽ നോട്ടം ഏതേതെങ്കിലും മാവിധം. വെണ്ണോരെക്കാളും അത്യന്തം തേജസ്വികൾ മഹർഷികൾ. വേദവ്യാസാദ്യർ നൃപനെ കൊണ്ടു ചെയ്യിച്ചു വേണ്ട പോൽ. വേദവ്യാസർ ഒക്കെ വേണ്ട പോലെ ചെയ്യിച്ചു. സോമാഭിഷേക ദിവസം പതിവുള്ളതുമാതിരി. സോമാഭിഷേകം എന്ന് പറയുന്നത് അർത്ഥം സോമയാഗം ഇല്ലേ? അത് രാജസൂയത്തിൻ്റെ ഒരു ഭാഗമാണ്. സോമാഭിഷേക ദിവസം പതിവുള്ള മാതിരി അമ്പാർന്നു വന്നു ചേർന്നുള്ള മഹാത്മാക്കളെയൊക്കെയും കുന്തീസുതൻ ഭക്തിപൂർവം പൂജിപ്പതിനൊരുങ്ങവേ ബ്രഹ്മരുദ്രാദികൾ അതേപോലെഴും സനകാദികൾ. ബ്രഹ്മരുദ്രാദികളെ അതേപോലെ എഴുകും സനകാദികൾ എന്നാ. വ്യാസർ വശിഷ്ഠൻ മുമ്പായോർ നിറഞ്ഞിടും സദസ്സിതിൽ അഗ്രപൂജാർഹൻ ആരാണെന്നുറപ്പിച്ചുര ചെയ്യുവാൻ സഭ്യരിൽ തന്നെ പലരും പല സംശയമേന്തിയും. അഗ്രപൂജയ്ക്ക് ആരേനെ ക്ഷണിക്കേണ്ടത്? വ്യാസര്, പരാശര്, നാരദർ, അങ്ങനെ എല്ലാവരും ഉണ്ട് അവിടെ. പക്ഷേ സഹദേവന് യാതൊരു ഇളക്കമുണ്ടായില്ല. ശ്രീകൃഷ്ണൻ എന്ന് ഉറക്കെ പറഞ്ഞു അദ്ദേഹം. ശ്രീകൃഷ്ണനെ അഗ്രപൂജയ്ക്കിരുത്ത് അദ്ദേഹത്തിനേക്കാൾ മേലെ വേറെ ആരും ഈ ലോകത്തിലില്ല. മടിച്ചും വാദമുണ്ടാവായുവതിനൊട്ടൊന്നടങ്ങിയും ഒന്നും മിണ്ടാതൊട്ടു നേരം മഞ്ഞൂനം നോക്കി നിൽക്കവേ ആ സഭ്യരിൽ തന്നെ പലരും പല സംശയമേന്തിയും. ആരേനെപ്പോൾ ഇരുത്തുക? അങ്ങോട്ട് നോക്കി ഇങ്ങോട്ടും നോക്കി സ്വയം അഭിപ്രായങ്ങൾ പറയാതെ കണ്ട് പൂജാർഹത പരീക്ഷിച്ചു വേണ്ടതോർത്തുര ചെയ്യുവാൻ സമർത്ഥനായ സഹദേവനെ ഏൽപ്പിച്ചതാകയാൽ. അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും സഹദേവനോട് ചോദിക്കണം എന്നാ. സഹദേവൻ മാന്യമായിട്ട് പറയൂ. പറയുമ്പോൾ ഇന്ദ്രൻ്റെ മകനാണ് അർജുനൻ, വായുപുത്രനാണ് ഭീമൻ, സാക്ഷാൽ യമധർമ്മരാജാവിൻ്റെ മകൻ അല്ലാതെ അംശാണ് ധർമ്മപുത്രൻ. എന്നിട്ടും സഹദേവനോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ അതാണ് കാര്യങ്ങളുടെ കടപ്പ്. അവൻ എന്തൊന്നും ഓതായവത് അതിനാം തന്നെ ചൊല്ലിടാം. അപ്പോൾ പറഞ്ഞു പൂജാർഹത പരീക്ഷിച്ചു വേണ്ടതോർത്തുര ചെയ്യുവാൻ സമർത്ഥനായ സഹദേവനെ ഏൽപ്പിച്ചതാകയാൽ അവനെന്തോന്നുമോതായവത് ഇനിയാം തന്നെ ചൊല്ലിടാം. സർവജ്ഞരാം ബ്രഹ്മരുദ്രവ്യാസാഭീഷ്ടമാദ്യരീവിധം ചിന്തിച്ച് അരുൾവതിനൊക്കെയുടൻ തന്നെ മഹാമതി സഹദേവനൻ എഴുന്നേറ്റ് ചൊല്ലിനാൻ തൊഴുത് ഈ വിധം. അപ്പോൾ നോക്കൂ, ചിന്തിച്ച് അരുൾവതിന് ഓർക്കെ ഉടൻ തന്നെ മഹാമതി. അപ്പം അതിൻ്റെ മുമ്പ് പറഞ്ഞേ അവനെന്തൊന്നുമോതായവതിനി
നാം തന്നെ ചൊല്ലിടാം. നമുക്ക് പറയാലോ, അധികാരമുണ്ടല്ലോ. സർവജ്ഞരാം ബ്രഹ്മരുദ്ര വ്യാസാഭി ഭീഷ്മാദ്യരീവിധം. ഭീഷ്മ പിതാമകനുണ്ട് അവിടെ. ബ്രഹ്മദേവൻ രുദ്രദേവനൊക്കെ വന്നിട്ടുണ്ട്. ചിന്തിച്ചരുൾവതിന്നോർക്കെ ഉടൻ തന്നെ മഹാമതി സഹദേവൻ എഴുന്നേറ്റ് ചൊല്ലിനാൻ തൊഴുത ഈ വിധം. സദസ്യരായ നിങ്ങൾക്ക് ഇന്ന് ആർക്കും ഇല്ലൊരു സംശയം. ഏകകണ്ഠമായിട്ട് പറയാം. മിണ്ടായത് അതുകൊണ്ടല്ല മിക്ക പേരും സദസ്യത്തിൽ. ഞാനിത് കുറച്ച് മൗനം ദീക്ഷിച്ച് ഇവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്, അവർ പറയട്ടെ എന്ന് വിചാരിച്ചു. ആ ഭാഗ്യം ഈയുള്ളവനിൽ തന്നെ കൽപ്പിച്ചു നൽകുവാൻ സഹദേവൻ പറയുന്ന ആൾക്കാണ് അഗ്രപൂജയ്ക്ക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ചെയ്തിട്ടുള്ള സമ്മാനം. ആ ഭാഗ്യം ഈയുള്ളവനിൽ തന്നെ കൽപ്പിച്ചു നൽകുവാൻ ഭഗവാൻ വ്യാസദേവനും മറ്റും ചെറുപാലകൻ വ്യാസരാദികൾ പോണു. വ്യാസാദികൾ പറഞ്ഞു, നമ്മുടെ കുട്ടനുണ്ടല്ലോ സഹദേവൻ, അവൻ പറയൂലോ കാര്യം, അവൻ പറഞ്ഞതാണ് എനിക്ക് സമ്മതം എന്ന് പറഞ്ഞാലത്തെ സ്ഥിതി എന്താ? ആ ഭാഗ്യം ഈയുള്ളവനിൽ തന്നെ കൽപ്പിച്ചു നൽകുവാൻ ഭഗവാൻ വ്യാസദേവനും മറ്റും ചെറുപാലകൻ ചൊല്ലുന്നത് അത്യന്ത സന്തോഷമാകുമെന്നോർത്തുരപ്പൂ. ഞാൻ പറയണത് വ്യാസർക്ക് കൂടി ഉപേക്ഷിക്കാൻ പറ്റാത്തതായ ഒരു കാര്യമാണ്, സ്വീകരിക്കേണ്ടതായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അഗ്രപൂജാർഹനാരാണെന്നോർക്കുന്നുണ്ടാകും ഏവരും. ഇപ്പം നിങ്ങളൊക്കെ ആരാണ് അഗ്രപൂജയ്ക്ക് കേമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും. എനിക്ക് സംശയമില്ല, കൃഷ്ണൻ തന്നെതാ. കാണാമോരോ ഹൃദയവും പരിശോധിച്ചു നോക്കുകയിൽ കാണാം ഓരോ ഹൃദയവും പരിശോധിച്ചു നോക്കിയെങ്കിൽ കൃഷ്ണൻ 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 എന്നു ചൊല്ലുവതായിട്ട സംശയം. കൃഷ്ണഭക്തിയാണ് പാണ്ഡവരുടെ മുതൽക്കൂട്ട്. ആ ഭക്തി നമ്മളും സ്വീകരിച്ചു വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. കൃഷ്ണഭക്തി ഭാഗവതമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും കൃഷ്ണഭക്തി. വരുണദേവൻ ചെയ്തിട്ടുള്ള രാജസൂയത്തിനേക്കാൾ മേന്മ പാണ്ഡവകുലനാഥനായിരിക്കുന്ന പാണ്ഡവന്മാരിൽ മുഖ്യനായിരിക്കുന്ന യമധർമ്മരാജാവിൻ്റെ അംശഭൂതനായിരിക്കുന്ന ധർമ്മപുത്രരുടേതാണ് എന്നുണ്ടെങ്കിൽ പിന്നെന്താ പറയേണ്ടത്? കാണാം ഓരോ ഹൃദയവും പരിശോധിച്ചു നോക്കിയെങ്കിൽ കൃഷ്ണൻ 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 എന്നു ചൊല്ലുവതായിട്ട സംശയം. ശ്രീകൃഷ്ണ ഭഗവാനല്ലാതാരാണി കണ്ട സർവരും. എല്ലാവരും ശ്രീകൃഷ്ണന്മാരല്ലേ. ബാലാഗ്ര ശതവാഗസ്യ വിസ്തരസേകോ ജീവ. സർവയോഗ്യതയും മന്നിലാർക്കും മിന്നിപ്പതിവിധം. ഓരോരുക്കും പല പല കഴിവുകൾ കൊടുത്തിട്ടുള്ളത് ഭഗവാനാ അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ കൃപാലേശം മാത്രമാണെന്നിരിക്കവേ മറ്റാരെയാം സമാരാധിക്കേണ്ടതോർക്കുകിലേ വരും. ശ്രീകൃഷ്ണ ഭഗവാനെ ഒഴിച്ച് വേറെ ആരേനെ അഗ്രപൂജയ്ക്ക് പറ്റില്ല. ശ്രീകൃഷ്ണൻ തന്നെ. ദേവാസുര മനുഷ്യാദി രൂപ സർവവിഭൂതിയും ദേവ അസുര മനുഷ്യാദി രൂപ സർവവിഭൂതിയും അദ്വിതീയ പരബ്രഹ്മജ്യോതിസിൻ കിരണങ്ങളാം. ഈ കാണപ്പെടുന്നതൊക്കെ അദ്വൈത സിദ്ധാന്തം അല്ലേ. ബ്രഹ്മം ഏകം, ബ്രഹ്മ ഏകാണ്. ബഹുധാ വദന്തി, പലതരത്തിൽ ബ്രാഹ്മണർ പറയണമെന്ന് മാത്രം. പക്ഷെ നാനാത്വത്തിൽ ഏകത്വം കണ്ടാൽ അത് ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലാവും. അപ്പോൾ അദ്വിതീയ പരബ്രഹ്മജ്യോതിസിൻ കിരണങ്ങളാം അത് ഈ വിളങ്ങും കരുണാനിധിയാണില്ല സംശയം. ശ്രീകൃഷ്ണനല്ലാണ്ട് വേറെ ആരുമില്ല. പൂർണ്ണനും ശാന്തനും വിശ്വാത്മാവുമാം വസുദേവനെ. ആരാ കൃഷ്ണൻ? പൂർണ്ണനും ശാന്തനും വിശ്വാത്മാവുമാം വാസുദേവനെ പൂജിച്ചുകിൽ അതിൻ പുണ്യം എന്നെന്നും അളവറ്റതാം. ശ്രീകൃഷ്ണനെ പൂജിച്ചാൽ കിട്ടാത്ത സൗഭാഗ്യം വേറെ ആരെ പൂജിച്ചാലും കിട്ടില്ല. ആകയാൽ അവിടത്തേക്കു തന്നെ ഇന്ന് അഗ്രപൂജനം. സംശയമില്ല, ശ്രീകൃഷ്ണ ഭഗവാനാണ് അഗ്രപൂജയ്ക്ക് കേമൻ. ആചരിക്കുകയാണെങ്കിൽ മോദിക്കും സർവലോകവും.
സർവലോകവും മോദിക്കണോ? ശ്രീകൃഷ്ണനാമം ജപിച്ചാൽ മതി. സമ്മതം താൻ ഇതേവർക്കും ഓർക്കുന്നേൻ ഞങ്ങളേവരും. ഇതെല്ലാവർക്കും സമ്മതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നൊരു താങ്ങി ആര്? സഹദേവൻ. ഇത്രയും മതിമാൻ മാതൃ നനയൻ തൊഴുതോതവേ. ഇങ്ങനെ കലശലായിട്ടുള്ള ഭക്തി പാരമ്യതയോടുകൂടി ലോകരെ അഭിവാദ്യം ചെയ്ത് ഈ ഒരു നിവേദനം സമർപ്പിച്ചപ്പോൾ നന്നു ഭീഷ്മിയാതിരെഴുന്നേറ്റുര ചെയ്തു പോയി. ഭീഷ്മ പിതാമഹൻ എഴുതുന്നിട്ട്, സഹദേവ, യു ഡിഡ് എ വെരി ഗുഡ് തിങ്. ഭീഷ്മ പിതാമഹൻ പറയണമെന്നുണ്ടെങ്കിൽ ഏതൊരു ഭഗവാന്റെ ദിവ്യ സഹസ്രനാമങ്ങൾ അല്ലേ, ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടന്നിട്ടാണ് ഒരു ചെയ്തിട്ടുള്ളത്. കുറേ ഈ യുദ്ധമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത്രയും പ്രാഗൽഭ്യമുള്ള ആളാണ് നീട്ടി നിന്നത് പറയുന്നത്. സഹദേവ, നന്നായി വരിക നീ ഉണ്ണിക്ക് താൻ തോന്നിയില്ലയോ എൻ്റെ ഉണ്ണി, നിനക്ക് എങ്ങനെ ഇത്ര ബുദ്ധി ഉണ്ടായതടാ? ഇതാണ് ആ ഭീഷ്മ പിതാമഹനൊക്കെ പാണ്ഡവരോടുള്ള ഒരു ഡിവൈൻ ബ്ലെസ്സിങ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നന്നായി വരിക നീ ഉണ്ണീക്കിത് ഓതാൻ തോന്നിയില്ലയോ. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം ഭീഷ്മ പിതാമഹനെ പോലെ ഉള്ള ഒരു, എന്താണോ പറയുക, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അതികായകൻ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒക്കെ പാറ്റിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലേ, സദസ്യർ തൻ അഭിപ്രായം അറിഞ്ഞ് ആനന്ദമായി പൊണും പൂജിച്ചാൻ പുണ്യവാൻ ധർമാത്മജനാം അമ്പോരുഹാക്ഷണെ. സദസ്യരുടെ വാക്ക് കേട്ടിട്ട് ധർമ്മപുത്രർ ഉടനെ അഗ്രപൂജ ചെയ്തു. ആർക്ക്? ശ്രീകൃഷ്ണ ഭഗവാന്. പൂവും ചന്ദനവും പട്ടും അമൂല്യ ആഭരണങ്ങളും കൈകൊണ്ട് അനുജർ 4 ആളും അരികിൽ തന്നെ നിൽക്കവേ. ധർമ്മപുത്രരുടെ 4 ഇരുഭാഗത്തും 2 അതികായകന്മാരാ. പൂവും ചന്ദനവും പട്ടും അമൂല്യ ആഭരണങ്ങളും കൈകൊണ്ട് അനുജർ 4 ആളും അരികത്തിൽ തന്നെ നിൽക്കവേ. തുടർന്നിരുന്നു പാഞ്ചാലി തൊഴുകൈ കൊണ്ടു വാഴുകവേ. തൊഴുകൈ പൂണ്ടു വാഴുകവേ. പാഞ്ചാലി സദസ്യരെ അഭിവാദ്യം ചെയ്ത് തൊഴുകയോട് കൂടിയിട്ട് ശ്രീകൃഷ്ണന് അഗ്രപൂജ ചെയ്യുന്നത് കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തുടർന്നിരുന്നു പാഞ്ചാലി തൊഴുകൊണ്ടു വാഴുകവേ. 16,008 മഹാലക്ഷ്മികളെ വരും. ഒരു സദസ്സിനെ നമ്മളൊന്ന് അവലോകനം ചെയ്യാം. ഇന്ദ്രപ്രസ്ഥത്തിൽ ഇതിനേക്കാൾ വലിയൊരു സ്റ്റേഡിയം ഉണ്ടാവില്ല. ഈ 16,008 ഭാര്യമാരെ ഉൾക്കൊള്ളണ്ടേ കൃഷ്ണന്? ആ രംഗം നമ്മൾ ആലോചിച്ച് നോക്കൂ. അതിലൊരു മൺതരിയായിട്ട് നമ്മളുണ്ടായാൽ ഭാവിച്ചുകൂടെ? 16,008 മഹാലക്ഷ്മികളെ വരും പരമാനന്ദമുൾപ്പൂവിൽ തുളുമ്പി വഴിയും വിധം. ഒരാൾക്കും ഒരു കലഹം ഇല്ല, അസൂയില്ല. ഒരേ സ്വരത്തിൽ 16,008 പേരുടെയും പതിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് ഇത്രയും വലിയ ഒരു സെലിബ്രിറ്റികളുടെ മുമ്പിൽ വെച്ചിട്ട് അല്ലേ, പരാശര മഹർഷി, വേദവ്യാസര്, നാരദര്, ബ്രഹ്മാവും ശിവനും ഒക്കെ ഇരിക്കണം. വിശ്വേശ്വരൻ്റെ പിന്നാലെ തൊട്ടു വിളങ്ങവേ. ബ്രഹ്മരുദ്ര മഹേന്ദ്രാതിരേവരും നോക്കി നിൽക്കവേ. എന്നെ കൊണ്ടത് പറയിപ്പിച്ചു പോകാൻ. ബ്രഹ്മരുദ്രാതിരും ഇന്ദ്രനും എല്ലാ ദേവന്മാരുണ്ട്. ബ്രഹ്മരുദ്ര മഹേന്ദ്രാതിരേവരും നോക്കി നിൽക്കവേ. സഗുണ ബ്രഹ്മ സൗന്ദര്യം
ശരിക്കും ഭഗവാൻ ആരാ? നിർഗുണനാ. പക്ഷെ ഇവിടെയോ സഗുണ ബ്രഹ്മ സൗന്ദര്യം വ്യാസൻ കണ്ടുല്ലസിക്കവേ വ്യാസരുടെ മനസ്സ് നിറഞ്ഞു. വ്യാസരുടെ തൂലികയിൽ കൊണ്ടാണ് നമ്മളതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സഗുണ ബ്രഹ്മ സൗന്ദര്യം വ്യാസർ കണ്ടുല്ലസിക്കവേ വസിഷ്ഠനും കശ്യപനും ഭീഷ്മനും ഭൃഗുരാമനും തിക്കി അരികത്തണഞ്ഞ ആഹ്ലാദം നിൽക്കവേ. ആരൊക്കെ അടുത്തേക്ക് ഓടി വന്നതിട്ടുണ്ടോ? എനിക്ക് പറയാൻ പറ്റുന്നില്ലടാ. വസിഷ്ഠനും കാശ്യപനും ഭീഷ്മനും ഭൃഗുരാമനും തിക്കിത്തിരക്കി അരികത്തണഞ്ഞാഹ്ലാദമേൽക്കവേ യോഗീന്ദ്രരെന്നും മുൾപ്പൂവിലോർക്കും ശ്രീചരണാംബുജം. ശ്രീകൃഷ്ണ ഭഗവാനെ യോഗീന്ദ്രരെന്നും മുൾപ്പൂവിൽ ഓർക്കും ശ്രീചരണാംബുജം. വൃന്ദാവനത്തിലെങ്ങെങ്ങും പൈക്കൾ തൻ പിന്നിലൊക്കെയും കോടാനുകോടി ലക്ഷക്കണക്കിന് കോടാനുകോടി എത്ര എനിക്ക് ഏതായാലും ആദ്യം പറയേണ്ട അറിയില്ല. വൃന്ദാവനത്തിലെ പൈക്കളുടെ പിന്നാലെ ഓരോ പശുവിൻ്റെയും പിന്നാലെ ഗോവിന്ദ ചരണാംബോജം. മണിയടിച്ചു ശരിയെന്ന്. ഓക്കെ, യു പ്രൊസീഡ് എന്നാ. ഓടിക്കളിച്ച കാരുണ്യമേറും തൃപ്പാദപങ്കജം പരന്ന പൊൻതാമ്പാളത്തിൽ തൂക്കിയിട്ട് അതിമഞ്ജുളം പൊന്നൂപുരങ്ങൾ മിന്നീടും ആരാധ്യപദ പല്ലവം. മന്ദാകിനിക്കും ഉൽപ്പത്തി സ്ഥാനം ബ്രഹ്മാതിപൂജിതം. മന്ദാകിനി ഗംഗയുടെ വേറൊരു പേരാ. മന്ദാകിനിക്ക് ഉൽപ്പത്തി സ്ഥാനം ബ്രഹ്മാതിപൂജിതം. വാമനാവതാര കാലത്ത് ബ്രഹ്മലോകത്തെത്തിയിട്ടുള്ള ഭഗവാന്റെ വലതുകാലിൻ്റെ പെരുവിരലിൻ്റെ നഖം കണ്ടപ്പോൾ തൻ്റെ കമണ്ടൽ കൊണ്ടുള്ള ജലം കൊണ്ട് ഭഗവാന്റെ പാദപ്രക്ഷാളനം ചെയ്തത് ആകാശഗംഗയായി. അതാണ് ഭൂലോകത്തിലെ മന്ദാകിനി ഗംഗയായിട്ട് മാറിയത്. പൊൻപൂനൂപുരങ്ങൾ മിന്നീടും ആരാധ്യപദവല്ലഭം. മന്ദാകിനിക്കും ഉൽപ്പത്തി സ്ഥാനം ബ്രഹ്മാതിപൂജിതം. പൊൻകിണ്ടി കൊണ്ടു പാഞ്ചാലി തീർത്ഥമല്ലേ ഒഴിക്കവേ. എങ്ങനെ? മെല്ലെ ഒഴിക്കവേ ആനന്ദമാർന്ന അഖിലരും തൊഴുങ്കൈ പൂണ്ടു നോക്കവേ. എല്ലാവരും അഞ്ജനീബന്ധം ചെയ്തിട്ട് ഹരേ കൃഷ്ണ ഗോവിന്ദ ഗോപാല. ധന്യങ്ങളാം കൈകൾ കൊണ്ട് തോലോടിക്കൊണ്ടു ഭാഗ്യവാൻ. ആരാ പാദപ്രക്ഷാളനം ചെയ്യണത്? യമധർമ്മരാജാവിൻ്റെ അംശഭൂതം അല്ലേ? ധർമ്മപുത്രൻ. കഴുകിച്ചാൻ ധർമ്മപുത്രൻ കേൾക്കൂ നിന്റെ പിതാമഹൻ. ധാരാ പറഞ്ഞത്? നിന്റെ പിതാമഹൻ. പരീക്ഷിത്ത് മഹാരാജാവിനോട് ശുഖബ്രഹ്മർഷിറിയ നിന്റെ പിതാമഹൻ സാക്ഷാൽ ആനന്ദസ്വരൂപനായിരിക്കുന്ന കണ്ണൻ തിരുവടിയുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ കഴിയിക്കണു. പാഞ്ചാലി പൊൻകിണ്ടിയിൽ ജലം ഒഴിച്ചു കൊടുക്കണു. വിശ്വപാവനമാം കൃഷ്ണപാദതീർത്ഥം യുധിഷ്ഠിരൻ ഇരുന്നു മെല്ലെ മൂർധാവിൽ വഹിച്ചേറെ വിളങ്ങിനാൻ. വിശ്വപാവനമാം കൃഷ്ണപാദതീർത്ഥം യുധിഷ്ഠിരൻ ഇരുന്നു മെല്ലെ മൂർധാവിൽ വഹിച്ചേറെ വിളങ്ങിനാൻ. തളിച്ചാൻ അനുജന്മാർക്കും മറ്റും ആനന്ദവിഹ്വലൻ. ദേവർഷി ഉടൻ ഉത്സാഹം പൂണ്ട് ഭാഗവതോത്തമൻ. ശ്രീപാദതീർത്ഥം എങ്ങും ചെന്നതാൾക്കും തളിക്കവേ. ദേവർഷി നാരദര് ആ ഭഗവാന്റെ പാദപ്രക്ഷാളനം ചെയ്തിട്ടുള്ള തീർത്ഥങ്ങൾ എല്ലാവർക്കും എന്താ പറയുക തളിക്കുകയാണ്. ദേവർഷിയുടെ ഉത്സാഹം കൊണ്ട് ഭാഗവതോത്തമൻ ശ്രീപാദതീർത്ഥമെങ്ങും ചെന്ന് ഏതേതാൾക്കും തളിക്കവേ. പുതുതായി പണിയിച്ചേറെ മിന്നും പീലിക്കിരീടവും. അന്നത്തെ അഗ്രപൂജയ്ക്ക് വേണ്ടിയിട്ട് ധർമ്മപുത്രര് പുതിയ കിരീടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഭഗവാന്.
പൊന്നിറം പൂണ്ട പൂമ്പട്ടും പുതുതായി പണിയിച്ചേറമിന്നും പേലിക്കിരീടവും പൊന്നിറം പൂണ്ട് പൂമ്പട്ടും അമൂല്യ ആഭരണങ്ങളും പാർത്ഥൻ ചാർത്തിച്ചു നാഥൻ്റെ കോമള തിരുമേനിയിൽ പുതുപുത്തൻ വസ്ത്രങ്ങളൊക്കെ സ്വർണ്ണക്കിരീടം. അതിനാരാ അളിയൻ? സുഭദ്രയുടെ ഭർത്താവ് അല്ലേ, അർജുനൻ. പൊന്നിറം പൂണ്ട പൂമ്പട്ടും അമൂല്യാഭരണങ്ങളും പാർത്ഥൻ ചാർത്തിച്ചു നാഥൻ്റെ കോമള തിരുമേനിയിൽ. കളഭം പൂശി നൽ പൊട്ടുതൊടിച്ചാൻ തിരുനെറ്റിയിൽ. വിളമ്പി ഊൺ കഴിപ്പിച്ചാൻ അമ്പിയൻ നമ്പുജാക്ഷനെ. വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരം വാരസദ്യയൊക്കെ നടത്തി അനേക കോടി ബ്രഹ്മാണ്ടം പുലർത്തും തൃക്കരങ്ങളിൽ ഭക്തി കൊണ്ട് അളവറ്റുള്ള കനം തൂങ്ങിയിടുമാവിധം രത്നങ്ങളും പട്ടുകളും മറ്റും ദക്ഷിണ ചെയ്തുടൻ. ഈ ത്രിലോകങ്ങളെ പിടിച്ചു നിർത്തിയിട്ടുള്ള ഇരുകരങ്ങളിൽ അവിസ്മരണീയമായ മുഹൂർത്തത്തിൽ വാരിക്കോരി എത്ര ധനങ്ങൾ, എന്താണെന്നാ പറയുക, എനിക്ക് പറയാൻ പറ്റില്ല, രത്നങ്ങൾ. അദ്ദേഹത്തിന് കയ്യ് ആ രത്നങ്ങളുടെ ഭാരം കൊണ്ട് താഴണമെന്ന്. ആരുടെ കയ്യ്? ത്രിലോകങ്ങളെ താങ്ങി നിർത്തുന്ന ഭഗവാന്റെ കയ്യ്. എങ്ങനെയാണ് താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിക്ക് നമസ്കരിക്കാണ്ടിരിക്കുക? വേദവ്യാസരേനെ എങ്ങനെ നമസ്കരിക്കാണ്ടിരിക്കുക? ഈ പച്ച മലയാളത്തിൽ നമുക്ക് ഒരു വിഭവം തന്നിട്ട് അത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമസ്കരിച്ചു സാഷ്ടാംഗം തൃപ്പാദകമലങ്ങളിൽ പാർത്ഥന്മാർ ഏവരും, അതായത് 5 പേരും, അല്ല ഭഗവാൻ ഇവരും താഴെയുള്ളവർ, പാർത്ഥന്മാരേവരും പാഞ്ചാലിയും മറ്റും പലേവരും ആനന്ദസാഗരത്തിങ്കൽ ആറാടി നൃപൻ ആവിധം ഭക്താവതം സംഭോജിച്ചാൻ പുണ്ടരീകായ ദക്ഷിണേ. താമരദള നയനനെ ആനന്ദാശ്രുക്കളാലെന്ന ആ മഹാത്മാവ് അഖിലേശനെ കാണാനൊട്ടേറെ വിഷമം പൂണ്ടാൻ കുരുകുലോദ്വഹായ പരീക്ഷത്തെ. തൻ്റെ മുത്തശ്ശൻ കണ്ണീര് തുടയ്ക്കാൻ സാധിക്കാത്തത് കാരണം ആ പൂർണ്ണേന്ദു വിഗ്രഹം, അല്ലേ, എന്താ പൂർണ്ണേന്ദു വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പറഞ്ഞു പോയി, ഇനി അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കണം വേണ്ടേ. അതായത് വെളുത്ത വാവൻ ദിവസം ചന്ദ്രൻ എങ്ങനെ, അതേപോലെ കൃഷ്ണനെ കാണാനൊട്ടേറെ വിഷമം പൂണ്ടാൻ ഗുരുകുലത്വ എങ്ങനെ കണ്ണീര് തടസ്സം വരിക. ആ വിധം ഭഗവത് പ്രേമം തുളുമ്പിയ സദസ്സ്, അതിൽ ഭക്തോത്തസങ്ങൾ ഗോവിന്ദനാമ സങ്കീർത്തനാരവം മുഴക്കിയെങ്ങും ആകാശം പുളകം കൊള്ളും. ആ വിധം എല്ലാവരും കൃഷ്ണ ഹരേ ഗോവിന്ദ ഗോപാല എന്നിങ്ങനെ ഉച്ചത്തിൽ സദസ്സിൽ നിന്ന് അമ്പോട് ഉയർന്ന കൃഷ്ണ സങ്കീർത്തനം കേട്ടലിവാർന്ന അമന്തം പെട്ടെന്ന്. തുടർന്നു പെൺമണിമാറുകൾ ഇന്ദ്രപ്രസ്ഥത്തിലെങ്ങും പുതുപുഷ്പവർഷം. ദേവലോകത്തുനിന്ന് പാരിജാത പൂക്കളെ കൊണ്ട് ഇന്ദ്രപ്രസ്ഥം മുഴുവൻ പൂമാരി ചെയ്തു എന്നാ മനസ്സിലെ. സദസ്സിൽ നിന്നമ്പോടുയർന്ന കൃഷ്ണ സങ്കീർത്തനം കേട്ട് അലിവാർന്ന അമന്തം. തുടർന്നു പെൺമണിമാർകൾ ഇന്ദ്രപ്രസ്ഥത്തിലെങ്ങും പുതുപുഷ്പവർഷം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ അശീത്യാധിക ശതതമസർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവിടെ നിർത്താം. ഇത്ര ഭക്തിപരവശതയോടുകൂടി ദിനങ്ങൾ കഴിക്കാൻ അനുഗ്രഹിച്ച എൻ്റെ അഭിമന്യ പിതാവ് ശ്രീ രംഗനാഥയ്യർക്കും എന്നെ ഈ ഭക്തിപ്രസ്ഥാനത്തിലേക്ക് വലിച്ചഴിച്ച ചെറുശ്ശേരിൽ ആർ കരുണാകരൻ പിള്ള സാർക്കും നമോവാകും. കാരണം ഞാനൊരു ലിവിങ് കമൻട്രി പറയുന്ന ആനന്ദത്തിലാണ്. ആ ആനന്ദം ഞാൻ ഇവരെ 2 പേരും, എൻ്റെ അമ്മ പിന്നെ പറയും വേണ്ട, മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ, ഏവർക്കും
എല്ലാവിധമായ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന.